ഹായ് ഗായ്സ്, ഞാൻ നൂറാഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ആവിയിൽ വേവിക്കുന്ന ഒരു മോമോസിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നേക്കണത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ 2.5 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. മൈദ വേണ്ടാന്നുള്ളവർക്ക് ഗോതമ്പ് പൊടി എടുക്കാം കേട്ടോ. പക്ഷേ കുറച്ചുകൂടി ടേസ്റ്റ് നമുക്ക് മൈദയിലായിരിക്കും കേട്ടോ. ഗോതമ്പ് പൊടി വേണമെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ചപ്പാത്തിയുടെ ഒരു പരുവത്തിലൊക്കെ നമുക്ക് കുഴച്ചെടുക്കാം. കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാനായിട്ട്. ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടിപ്പോകും. അതുകൊണ്ട് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. 1 കപ്പ് മൈദയും 1 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി എടുത്തിട്ടും ചെയ്യാം കേട്ടോ. അങ്ങനെ എടുത്താലും നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ മാവ് കിട്ടും. ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. എന്നിട്ട് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇന്ന് എടുക്കുന്നത് ബീഫാണ് കേട്ടോ. ബീഫ് വെച്ചിട്ടാണ് നമ്മൾ മോമോസ് റെഡിയാക്കുന്നത്. ആവശ്യത്തിന് ബീഫ് എടുത്ത് ഒരു കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം. ഒരു സവാള എടുക്കാം. അതിലേക്ക് 2 പച്ചമുളക് കൂടി എടുക്കാം. സവാള ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. 2 പച്ചമുളകും പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി എടുക്കുക. എന്നിട്ട് അതും എല്ലാം കൂടി കട്ട് ചെയ്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ വഴറ്റിയെടുക്കാം കേട്ടോ. വഴറ്റിയെടുക്കണമെന്നില്ല, നമുക്ക് അതുപോലെ തന്നെ ഇട്ടും വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ വഴറ്റിയെടുക്കുമ്പോൾ കുറച്ചുകൂടി നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഒരുപാട് വഴറ്റേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട്. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ബീഫ് ഒന്ന് നമ്മൾ ക്രഷ് ചെയ്തെടുക്കണം. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു സവാളയൊക്കെ വഴന്ന് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ക്രഷ് ചെയ്ത ബീഫ് കൂടി ഇട്ട് കൊടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോൾ വേണം കേട്ടോ നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ബീഫ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സോയാ സോസാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കി കൊടുക്കാം കേട്ടോ. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ 2 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ വെളുത്തുള്ളി ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിടണം. ഞാൻ ഇവിടെ വെളുത്തുള്ളിക്ക് പകരം വെളുത്തുള്ളി പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കാരണം വെളുത്തുള്ളി കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മാവൊന്ന് നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെച്ച് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം ഓരോരോ പാർട്ടായിട്ട് വേണം കേട്ടോ നമുക്ക് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ നല്ല നൈസായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. അതിനായിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് നമുക്ക് കുറച്ച് മൈദ തൂവിയതിന് ശേഷം ഇതേപോലെ ഒരു ബോളെടുത്ത് ഇത് പരത്തിയെടുക്കാം കേട്ടോ. നല്ല നൈസായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. നൈസായിട്ട് പരത്തിയെടുത്താൽ മാത്രമേ നമ്മുടെ മോമോസിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഷേപ്പൊന്നും വേണ്ട, നമ്മുടെ ഷീറ്റ് കറക്റ്റായിട്ട് നല്ല നൈസായിട്ട് പരത്തിയെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ കൗണ്ടർ ടോപ്പിലിട്ട് പരത്തിയെടുത്തതിന് ശേഷം നമുക്കൊരു അടപ്പോ ഗ്ലാസ്സോ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് ഫുള്ളായിട്ട് എടുത്തതിന് ശേഷം ബാലൻസ് ഉള്ളത് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇനി ഓരോ ചപ്പാത്തിയും എടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി പരത്തിയെടുക്കാം. അതിന് ശേഷം വേണം കേട്ടോ ഫില്ലിങ് വെച്ച് കൊടുക്കാനായിട്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി കറക്റ്റായിട്ട് നല്ല നൈസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ പരത്തിയെടുക്കുന്നത്. അടിയിൽ കുറച്ച് മൈദ തൂവിയതിന് ശേഷം ഇതുപോലെ പരത്തിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ഫോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫില്ലിങ് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ മറിച്ചതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുക. ഒരു ഹാഫ് മൂൺ ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒരു ഷേപ്പിൽ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം വേണം കേട്ടോ പിന്നീട് നമുക്ക് ഫോൾഡ് ചെയ്യാനായിട്ട്. ഇനി നമുക്കൊരു വെള്ളം തൊട്ടിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. ഇനി ഇതുപോലെ 2 അറ്റവും ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും കേട്ടോ. നമുക്ക് പല ഷേപ്പിലും റെഡിയാക്കി എടുക്കാം. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് കൂടി ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം ഫില്ലിങ്സ് വെച്ചതിന് ശേഷം ഒരു ഹാഫ് മൂൺ ഷേപ്പിൽ റെഡിയാക്കി എടുക്കുക. അതിന് ശേഷം നമ്മൾ 2 അറ്റവും കൂടി ഒട്ടിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം.
നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നല്ല ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇഡ്ഡലിത്തട്ടിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഇഡ്ഡലിത്തട്ടിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. മുട്ടാത്ത രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്, കാരണം എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ചൂടായിട്ടുള്ള ഇഡ്ഡലിത്തട്ടിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് ഒരു 6-7 മിനിറ്റ് വേവിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ ഹെൽത്തി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് റമദാനിൽ ഇങ്ങനെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് കൂടി നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. റെസിപ്പീസ് ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.